അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കൊളസ്ട്രോളിനെ പറ്റിയാണ്. കൊളസ്ട്രോൾ ഒരുപക്ഷെ മിക്കവാറും എല്ലാവരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളതാണ്, അറിയാവുന്നതാണ്. പിന്നെ എന്തിനാണ് വീഡിയോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിലൂടെ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഈ മാധ്യമത്തിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്, കൊളസ്ട്രോളിനെ നമുക്ക് എങ്ങനെ ഹോമിയോപ്പതിയിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാം, കുറയ്ക്കാം, അത് ഹാംഫുൾ ആകാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോയുടെ കണ്ടന്റുകൾ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കൊണ്ടാണ് കൊളസ്ട്രോൾ വരുന്നത്, നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചെറിയൊരു വാക്കിൽ അറിയേണ്ടതായിട്ടുള്ള, ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതും ഹോമിയോപ്പതിയിലൂടെ നമുക്കെങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും, നിങ്ങൾ വേറെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പക്ഷേ അവോയ്ഡ് ചെയ്യാൻ ഹോമിയോപ്പതി കൺസൾട്ടേഷനിലൂടെ പതുക്കെ ഒരു ഗ്രാജുവൽ പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനും, ഇനി അതുണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിലൂടെ എങ്ങനെ നമുക്ക് കുറച്ചുകൊണ്ട് വരാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ കൊളസ്ട്രോളിൻ്റെ കാര്യം പറയുമ്പോൾ പലർക്കും ഒരു ഭയമാണ്. കൊളസ്ട്രോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസായി മിക്കവാറും ഉള്ള നമ്മൾ ഈ കാണുന്ന പലർക്കും ഉള്ളൊരു പ്രശ്നമായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ കാരണങ്ങൾ വളരെ നിസ്സാരമായിട്ട് നമുക്കറിയാവുന്നതാണ്. അതായത് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചുകൾ, സ്ട്രെസ്, ജനറ്റിക് ഫാക്ടർ, കഴിക്കുന്ന ആഹാരം, എക്സസൈസിൻ്റെ കുറവ്, ഫുഡ്, എല്ലാ കാര്യങ്ങളും ഇതിനെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചേഞ്ചിനെ നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് അതിനെ ചേഞ്ച് ചെയ്ത് നമ്മളെ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്? എന്താണ് നല്ല കൊളസ്ട്രോൾ, എന്താണ് ചീത്ത കൊളസ്ട്രോൾ, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നല്ല കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് HDL ഉണ്ട്, LDL ഉണ്ട്. HDL എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ സൈസ് അനുസരിച്ചാണ് കൊളസ്ട്രോളിനെ നമ്മൾ പലതായിട്ട് വിഭജിച്ചിരിക്കുന്നത്. അതായത് ടോട്ടൽ കൊളസ്ട്രോൾ നമ്മൾ ലാബിൽ പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്നത്, അത് മൊത്തം എത്ര കൊളസ്ട്രോൾ ഉണ്ടോ ആ കൊളസ്ട്രോളിൻ്റെ മൊത്തത്തിലുള്ള സമ്മാണ് ടോട്ടൽ കൊളസ്ട്രോൾ. അത് 240 മേളിലാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഉണ്ട്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ അധികമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് പ്രശ്നമാണോ അല്ലയോ എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലിനെയും അനുസരിച്ചാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിനായിട്ട് സെപ്പറേറ്റ് കൺസൾട്ടേഷൻ തന്നെ ആവശ്യമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, അതിനകത്ത് HDL ഉണ്ട്, LDL ഉണ്ട്, VLDL ഉണ്ട്, IDL ഉണ്ട്, ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ട്. ഇതെല്ലാം കൊളസ്ട്രോളിനെ നമ്മൾ ഈ ടോട്ടൽ കൊളസ്ട്രോളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നോർമൽ റേഞ്ച് ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. ടോട്ടൽ കൊളസ്ട്രോൾ 240 താഴെ നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇനിയല്ല, അതിൻ്റെ ലാബ് റിപ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ അത് വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. കൊളസ്ട്രോൾ നോക്കുമ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ മൊത്തത്തിലുള്ള കൊളസ്ട്രോളിനെക്കാട്ടിൽ കൂടുതലായിട്ട് അഭികാമ്യമായിട്ടുള്ളത് നിങ്ങൾ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുന്നതാണ്. കാരണം അതിനകത്ത് നമുക്ക് HDL എത്രയുണ്ടെന്ന് അറിയാം, LDL, VLDL, ട്രൈഗ്ലിസറൈഡ്സ്, IDL, ആൽഫ ലിപ്പോപ്രോട്ടീൻ, ബീറ്റ ലിപ്പോപ്രോട്ടീൻസ് എല്ലാം നമുക്കതറിയാൻ പറ്റും. HDL-LDL റേഷ്യോ എത്രയുണ്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. HDL എന്ന് പറഞ്ഞാൽ ഒരു 40 മേളിൽ എങ്ങനെയാണെങ്കിലും നിൽക്കണം എന്നുള്ളതാണ്. LDL ആണെങ്കിലും ഒരു 200 കുറവായിരിക്കണം എപ്പോഴും. ഐഡിയലായിട്ട് 160 കുറവാണ് ഏറ്റവും നല്ലത്. ഇനി VLDL-ഉം IDL-ഉം അത്ര പ്രധാനമല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മെൻഷൻ ചെയ്യുന്നില്ല. ട്രൈഗ്ലിസറൈഡ്സ് എങ്ങനെയാണെങ്കിലും ഒരു 250 താഴെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. നമ്മളെല്ലാവരും, നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. പക്ഷെ എന്നിരുന്നാലും കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്ന് വെച്ച് ആരും ഒന്നും ഭയക്കേണ്ടതായിട്ട് കാര്യമില്ല. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ ശരീരം ഡിഫറൻ്റ് ആണ്. ഇനി കൊളസ്ട്രോൾ എന്തുകൊണ്ടാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത്?
കൊളസ്ട്രോളിന്റെ പ്രയോജനം എന്താണ്? എന്തിനാണ് ശരീരം കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കൊളസ്ട്രോൾ എന്തിനാണ് ശരീരം ഉണ്ടാക്കുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളിനെ കൊണ്ടുള്ള ഉപയോഗം എന്താണ് ശരീരത്തിന് എന്ന് നമ്മൾ അറിയണം. അത് പറയുകയാണെങ്കിൽ അനവധി ഉപയോഗങ്ങളുണ്ട്. ആ ഉപയോഗങ്ങൾ നടക്കാൻ വേണ്ടിയാണ് കൊളസ്ട്രോൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത്. ആവശ്യമില്ലാത്ത ഒരു കോശം പോലും നമ്മുടെ ശരീരത്തില്ല എന്ന് നിങ്ങൾ ഓർക്കുക. അത് രൂപപ്പെടാൻ എന്തെങ്കിലും ഒരു കാരണം അവിടെ എപ്പോഴും കാണും. കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിനായിട്ട് ശരീരം നിർമ്മിക്കുന്ന ഒരു ഘടകമാണ്. അത് നമ്മുടെ സെൽ മെംബ്രെയിൻ, അതായത് ഓരോ കോശത്തിനും അതിൻ്റെ രൂപം കൊടുക്കുന്ന ഘടകമാണ് കൊളസ്ട്രോൾ. അല്ലെങ്കിൽ രൂപം കൊടുക്കുന്ന ഘടകങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊളസ്ട്രോൾ. അതുപോലെ തന്നെ വൈറ്റമിൻസിൻ്റെ സിന്തസിസ്, എസ്പെഷ്യലി വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഫാറ്റാണ്. ഈ ഫാറ്റ് നമ്മുടെ ന്യൂറോൺസിനെ കവർ ചെയ്ത് അതിലൂടെ പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെ ഒരു കണ്ടക്ഷൻ നമ്മുടെ ശരീരത്തിൽ ബ്രെയിനിൽ നിന്ന് ബാക്കി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇൻഫർമേഷൻ എത്തുന്നത് ഈ കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിരവധി പ്രയോജനങ്ങൾ ശരീരത്തിന് കൊളസ്ട്രോൾ കൊണ്ടുണ്ട്. അപ്പോൾ എത്ര കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ വേണം എന്നുള്ളത് ശരീരം തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ ഒരു പരിധിയിൽ കൂടുതലായിട്ട് ശരീരം ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്ക് പല അസുഖങ്ങൾ വരുന്നുണ്ട്. അത് ശരീരം എത്ര വേണം എന്നുള്ള അളവിനെക്കാട്ടി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് അസുഖം എന്നുള്ള രീതിക്ക് നമുക്ക് പറയാം. സപ്പോസ് അങ്ങനെ ഡിസ്ലിപ്പീഡിമിയ അല്ലെങ്കിൽ അളവിൽ കൂടുതലായിട്ട് ഇതുണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റേതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആദ്യം വരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കൂടുതൽ സ്ട്രെസ്സായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്, ജീവിത രീതി, ഞാൻ നേരത്തെ പറഞ്ഞുള്ള നമ്മുടെ ഭക്ഷണം, എക്സസൈസ് ഇല്ലായ്മ, സന്തോഷക്കുറവ്, എല്ലാവരുടെയും കൂടെ ഇരുന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു എൻവയോൺമെൻറ്റ്, സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നൊരു കാലാവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യം പറയുമ്പോഴേ ശരിക്കും നമുക്ക് ജീവിതത്തിൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റാത്തതായിട്ടുണ്ട്. അപ്പോൾ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. സ്മോക്കിംഗ്, നമ്മുടെ ഹാബിറ്റ്സ്, ആൽക്കഹോൾ, എക്സസൈസിൻ്റെ കുറവ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതൊക്കെ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സ്ട്രെസ്സ്, നമ്മൾ ജീവിക്കുന്ന എൻവയോൺമെൻറ്റ്, നമ്മൾ ജീവിക്കുന്ന ആ ഒരു ചിട്ട രീതി, നമ്മൾ രാവിലെ എപ്പോൾ എണീക്കുന്നു, എത്ര നേരം കിടക്കുന്നു, നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷം, ഇതെല്ലാം ഇതിന് മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം കൂടുതൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള അഡ്രിനലിൻ റിലീസ് ഉണ്ടാകുന്നു. അതുവഴി കൂടുതലായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ്, നമ്മുടെ ശരീരം അസിഡിക് ആവാനും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ശരീരത്തിൽ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികമാണ്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, HDL LDL നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ HDLൻ്റെ അളവ് എപ്പോഴും ഒരു പരിധിയിൽ കൂടുതലായിരിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അല്ല, 40 മേളിൽ ആയിരിക്കണം HDL നിൽക്കേണ്ടത്. പക്ഷെ അതിനെക്കാട്ടിയും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് HDL LDL റേഷ്യോ, അതെപ്പോഴും 5 മേളിൽ നിൽക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് LDLൻ്റെ 5ൽ 1 കുറയാതെ HDL ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് LDL 20 ആണെങ്കിൽ HDL 40 കുറയാതെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനെക്കാട്ടി കൂടുതലാണ്, പക്ഷെ കുറയാൻ പാടില്ല. ഇനി HDL എങ്ങനെ നമുക്ക് കൂട്ടാം എന്നുള്ളതാണ് അതിൻ്റെ പ്രതിവിധി. അതെങ്ങനെ കൂട്ടാം? അത് നോക്കുമ്പോൾ അതിനെ കൂട്ടാനായിട്ട് നമ്മൾ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മാറ്റങ്ങൾ, ഭക്ഷണങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ വേണം? ഒലിവ് ഓയിൽ, ബീൻസ്, ഹോൾ ഗ്രെയിൻസ്, ഫൈബ്രസ് ആയിട്ടുള്ള ഫുഡുകൾ, ഫിഷ്, സാൽമൺ, ട്യൂണ, സാർഡൈൻ പോലുള്ള മീനുകൾ, പിന്നെ
omega-3 ഫാറ്റി ആസിഡ്സ്. omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ അത് ചില ലിവറിലാണ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ലിവർ ഓയിലായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ അല്ലെങ്കിൽ ഫിഷിലുണ്ട്, അതുകൊണ്ടാണ് ഫിഷ് റെക്കമെൻഡ് ചെയ്തത്. പിന്നെ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഈ നട്ട്സ്, അവോക്കാഡോ, സോയാബീൻസ്, ഇതൊക്കെ ഇതിന് വളരെ അതായത് HDL കൂട്ടാനായിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ള ഫുഡുകളാണ്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സസൈസും വെയിറ്റ് ലോസ് സ്ട്രാറ്റജികളും, കഴിക്കുന്ന ഫാറ്റുകൾ സാച്ചുറേറ്റഡ് അല്ല അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴാണോ നിങ്ങൾ ഓയിലി ഫുഡ് കഴിക്കുന്നത്, ടിൻ്റെ ഫുഡ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. കൂടുതലും നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക, കാരണം അത് കൂടുതലും അൺസാച്ചുറേറ്റഡ് ആയിരിക്കും. ഇനി നമ്മുടെ ഹോമിയോപ്പതി ആസ്പെക്റ്റിലേക്ക് നമ്മൾ വരികയാണ്. ഹോമിയോപ്പതിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ശരീരത്തെ ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അസുഖത്തെ ട്രീറ്റ് ചെയ്യുന്നത്? ഒരിക്കലും ഒരു അസുഖത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല, പക്ഷെ ആ ഇൻഡിവിജ്വലിന് അസുഖം വരാനുള്ള കാരണത്തെ ഫോക്കസ് ചെയ്താണ് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ഉള്ളത്. എന്നിരുന്നാലും കൊളസ്ട്രോൾ എന്ന് പറയുന്ന അസുഖത്തിനെ ടാക്കിൾ ചെയ്യാനായിട്ട് കോമൺ ആയിട്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മെഡിസിനാണ്. ആ മെഡിസിനിൻ്റെ പേരാണ് അലിയം സറ്റൈവ. ഈ മെഡിസിൻ ഉണ്ടാക്കുന്നത് വെളുത്തുള്ളിയിൽ നിന്നാണ്. ഒരുപക്ഷെ ഹോമിയോപ്പതിയിൽ ഏറ്റവും കൂടുതൽ വൈഡായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു മെഡിസിനാണ് അലിയം സറ്റൈവ. ഇത് നിങ്ങൾ 10 തുള്ളി വീതം രാവിലെ വൈകുന്നേരവും വെച്ച് 1 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ട് മനസ്സിലാക്കി അറിയാൻ പറ്റും. പക്ഷെ ഇത് മാത്രമാണോ മെഡിസിൻ എന്ന് ചോദിച്ചാൽ ഇത് മാത്രമല്ല, വേറെ മെഡിസിൻസ് ഉണ്ട്. പക്ഷെ ഏറ്റവും ഫലപ്രദമായി കണ്ടിട്ടുള്ള മെഡിസിനുകളിൽ ഒന്നാണ് അലിയം സറ്റൈവ. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാനതിന് റിപ്ലൈയും തരുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ, വേറെ പാസ്റ്റ് എന്തെങ്കിലും ഇൽനെസ് ഉണ്ടോ, അതെല്ലാം നോക്കിയിട്ടാണ് ഇതിനകത്ത് മെഡിസിൻ എത്ര അളവിൽ കഴിക്കണമെന്ന് കൃത്യമായിട്ട് ഒരു നിർദ്ദേശം നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹോമിയോപ്പതി ഫിസിഷ്യനെ തന്നെ കണ്ട് മരുന്ന് മേടിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഇതൊക്കെയായിരുന്നു ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യാനുണ്ടാകുന്ന കാര്യങ്ങൾ. ഇനിയും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻസിലൂടെ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അറിവ് എല്ലാവർക്കും എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയും നേരം ഇത് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം, നന്ദി.